कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः। श्री सीता लक्ष्मण भरत शत्रुघ्न हनुमल समेत श्रीरामचन्द्रस्वामिने नमः। यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 42 ചെയ്തത്. അപ്പോൾ അതിലെന്താ പറഞ്ഞു വെച്ചാൽ ആ വൃദ്ധന്മാരായ ദമ്പതിമാരെ ആ വൃദ്ധ ദമ്പതികളെ ഞാൻ അപ്പോൾ അവരുടെ മകൻ കിടക്കണ സ്ഥലത്തേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ആ മകൻ്റെ ശരീരം സ്പർശിച്ചുകൊണ്ട് അവർ 2 കൈകൊണ്ടും തൊട്ട് തലോടിയിട്ട് അവർ വളരെ ഓരോന്ന് പറഞ്ഞ് കരഞ്ഞു എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പം നമുക്ക് 43 ചെയ്യാം. പാവം ആ വൃദ്ധ ദമ്പതിമാരെ എന്താ പറഞ്ഞ്? ഹാഹേതി ക്രന്ദമാനൗ തൗ പുത്രേത്യവോചതം ജലം ദേഹീതി പുത്രേതി കിമർത്ഥം ന ദദാസ്യലം. ഹാ ഹാ ഇതി ക്രന്ദമാനൗ തൗ. ഹാ ഹാ എന്ന് വളരെ ദുഃഖത്തോടുകൂടി നിലവിളിക്കുന്ന അവർ പുത്ര പുത്ര ഇതി മകനേ മകനേ എന്നും പുത്ര ജലം ദേഹി പുത്ര വെള്ളം തരൂ കിമർത്ഥം അലം ന ദദാസി ഇതി എന്തുകൊണ്ടാണ് വേണ്ടിടത്തോളം തരാത്തത് എന്നും അവോച പറഞ്ഞു. അയ്യോ കഷ്ടം കഷ്ടം മകനേ മകനേ ഞങ്ങൾക്ക് നീ വെള്ളം തരിക, മതിയാകുന്നതുവരെ എന്തുകൊണ്ടാണ് നീ തരാത്തത്, എന്താ നീ മതിയാവോളം വെള്ളം തരാത്തതെന്ന് പറഞ്ഞ് നിലവിളിച്ച് കരഞ്ഞ് പാവം അല്ലാതെ. ഹാഹേതി ക്രന്ദമാനൗ തൗ പുത്ര പുത്രേത്യവോചതാം. പുത്ര പുത്ര എന്ന് പറഞ്ഞുകൊണ്ടെന്നർത്ഥം. ജലം ദേഹീതി പുത്ര പുത്ര എന്ന ഇതി അവോചതാം അങ്ങനെ പറഞ്ഞു കരഞ്ഞുകൊണ്ടേ. ജലം ദേഹീതി പുത്രേതി പുത്ര വെള്ളം തന്നാലും ഹിമർത്ഥം ന ദദാസ്യലം എന്താ നീ വേണ്ടത്ര വെള്ളം തരാത്തത് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. 44 തതോ മാമൂചതു ശീഘ്രം ചിതിം രചയ ഭൂപതേ മയാ തദൈവ രചിത ചിതിസ്തത്ര നിവേശിതാഃ ത്രയസ്ത്രത്രാഗ്നിരുത്സൃഷ്ടോ ദഗ്ധാസ്തേ ത്രിദിവം യയു. ഭൂപതേ അതായത് ഭൂമിയുടെ മുഴുവൻ പതിയാണല്ലോ ദശരഥൻ. ദശരഥ മഹാരാജാവേ ശീഘ്രം ചിതിം രചയ വേഗം ചെത കൂട്ടു. മകൻ്റെ ദേഹം ദഹിപ്പിക്കാനേ വേഗം ചിത കൂട്ടു. മാം ഊചതു എന്നോട് പറഞ്ഞു അവരപ്പോൾ ആ വൃദ്ധ ദമ്പതികൾ എന്നോട് പറഞ്ഞു വേഗം ചിത കൂട്ടു രാജാവേ. തഥാ ഏവ ചിതിഹി മയാ രചിത അപ്പോൾ തന്നെ ഞാൻ ചിത കൂട്ടി മകൻ്റെ ദേഹം ദഹിപ്പിക്കാനായിട്ടേ. തത്ര ത്രയഃ നിവേശിതാഃ അതിൽ അവരെ 3 പേരെയും എടുത്ത് കിടത്തി. ഞങ്ങളെ അതിൽ കിടത്തു പറഞ്ഞു. അപ്പോൾ ഈ മകൻ്റെ ശവശരീരവും ഈ ജീവിച്ചിരിക്കണ ഈ വൃദ്ധ ദമ്പതികളുടെ ശരീരവും ഞാൻ അതിൽ കിടത്തി അവരുടെ നിർദ്ദേശപ്രകാരം. തത്ര അഗ്നിഹി ഉത്സൃഷ്ട എന്നിട്ട് ഞാൻ അഗ്നി ജ്വലിപ്പിച്ച് സമർപ്പിച്ചു. അഗ്നി ഭഗവാന് സമർപ്പിച്ചു അവരെ 3 പേരെയും. ദഗ്ധഹാത്തെ ദഹിക്കപ്പെട്ടവർ 3 പേരും ത്രിദിവം യയു സ്വർഗത്തെ പ്രാപിച്ചു. എന്നിട്ട് പറഞ്ഞു ഹേ രാജാവേ. അപ്പം അവർ വൃദ്ധദമ്പതികളെ കരഞ്ഞു ഇങ്ങനെ പറഞ്ഞുവല്ലോ. എന്നിട്ട് പറഞ്ഞു രാജാവേ വേഗം ചിത കൂട്ടു എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ വേഗം ചിതയുണ്ടാക്കി അവർ 3 പേരെയും അതിലെടുത്ത് കിടത്തി. ഇവരും പാവം കണ്ണ് കാണാത്ത വൃദ്ധരല്ലേ. അപ്പം മകൻ്റെ ശവദേഹവും ശവം മകൻ്റെ ജീവനില്ലാത്ത ശരീരവും ഇവരുടെ ജീവനുള്ള ശരീരവും അതിൽ കിടത്തി. എന്നിട്ട് ഞാൻ അവരുടെ നിർദ്ദേശപ്രകാരം ഞാൻ ചേതയിൽ അഗ്നി ജ്വലിപ്പിച്ച് ഞാൻ അവരെ അഗ്നി ഭഗവാനെ സമർപ്പിച്ചു. വെന്ത് വെണ്ണീറായിട്ടുള്ള അവരുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. തതോ മാമൂചതു ശീഘ്രം ചിതിം രചയ ഭൂപതേ മയാ തദൈവ രചിത ചിതിസ്തത്ര നിവേശിതാഃ ത്രയസ്ത്രത്രാഗ്നിരുത്സൃഷ്ടോ. 3 ആളെയും അതിൽ വെച്ചു. ദഗ്ധാസ്തേ ത്രിദിവം യയു. ത്രിദിവം വെച്ചാൽ സ്വർഗത്തിലേക്ക് പോയി അവർ.
45-46. തത്ര വൃദ്ധ പിതാ പ്രാഹ ത്വമപ്യേവം ഭവിഷ്യസി പുത്രശോകേന മരണം പ്രാപ്സ്യസേ വചനാൻ മമ സ ഇദാനിം മമ പ്രാപ്ത ശാപകാലോ നിവാരിത. അനിവാരിത ശാപകാല അനിവാരിത ഇത്യുക്ത്വാ വിലലാപാഥ രാജാ ശോകസമാകുലഃ. തത്ര വൃദ്ധ പിത. അപ്പോൾ ആ ചെതയിൽ കിടത്തി അഗ്നി ജ്വലിപ്പിക്കുന്നതിന് മുമ്പ് ആ വൃദ്ധനായ പിതാവ്, അതിലത്തെ വൃദ്ധ ദമ്പതികളുടെ വൃദ്ധനായിട്ടുള്ള ആ പിതാവ്, ത്വം അഭി ഏവം ഭവിഷ്യസി, നീയും ഇപ്രകാരം പുത്രദുഃഖത്താൽ മരിക്കും എന്നർത്ഥം. അങ്ങനെ മമ വചനാത്, എൻ്റെ വാക്കുകൊണ്ട്, പുത്രശോകേന മരണം പ്രാപ്സ്യസേ, നീയും ഞങ്ങളെപ്പോലെ പുത്രദുഃഖത്താൽ മരണമടയും എന്ന് അനിവാരിത സ ശാപകാല, അങ്ങനെ ശപിച്ചു. ഇപ്പോൾ തടുക്കാൻ കഴിയാത്തതായ ആ ശാപകാലം, അനിവാര്യമായിട്ടുള്ള ചെന്ത, ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ആ ശാപകാലം ഇദാനിം മമ പ്രാപ്ത, ഇപ്പോൾ എനിക്ക് വന്നു ചേർന്നിരിക്കുന്നു. ഇതി ഉക്ത്വ എന്ന് പറഞ്ഞിട്ട് ശോകമാസമാകുല എന്നർത്ഥം. ദുഃഖാകുലനായ, ശോകത്തോടു കൂടി എന്നർത്ഥം. സമാകുല രാജ, ദുഃഖം കൊണ്ട് വല്ലാതെ ദുഃഖാകുലനായിട്ടുള്ള രാജാവ് അഥ വിലലാപ, പിന്നെ വിലപിച്ചു. ശോകമാസമാകുല രാജ. അങ്ങനെയാണ് ആ 3 പേരിൽ ആ വൃദ്ധനായ പിതാവ് എന്തു പറഞ്ഞു? അതായത് ആ ദമ്പതികളുടെ മകൻ മരിച്ചതല്ലേ, നീയും ഇതുപോലെ പിന്നെ എൻ്റെ ഈ ശാപം കാരണം നീയും പുത്രദുഃഖം തന്നെ പുത്രദുഃഖം കൊണ്ട് നിനക്കും മരണം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങൾ പുത്രദുഃഖം കൊണ്ടല്ലേ മരിക്കണം, നിനക്കും പുത്രദുഃഖം കൊണ്ട് മരണം ഉണ്ടാവും എന്ന് അദ്ദേഹം എൻ്റെ വാക്കിൻ്റെ ഫലമായിട്ട് നീയും പുത്രദുഃഖത്താൽ മരിക്കുന്നു പറഞ്ഞു ചുരുക്കം. അങ്ങനെ ഒടിച്ചുകൂടാൻ വഴിയാത്ത, അല്ലെങ്കിൽ തടുക്കാൻ കഴിയാത്തതായ ആ ശാപകാലം ഇപ്പോൾ എന്നെ ബാധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് രാജാവ് ദുഃഖത്തോടുകൂടി കരയാൻ തുടങ്ങി എന്നാണ്. ശോക സമാകുല. അതെന്താ ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, ശോകസമാകുല എന്നാണ്. അവിടെ ഒരു തെറ്റുണ്ട്, അച്ചടി തെറ്റ്. അതാണ് ഞാൻ എന്തങ്ങനെ ശോകസമാകുല, ശോകമാസമാകുല എന്നാണ് ഒരു ഇതിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ, ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ആദ്യം വായിച്ചത് ശരിയാ, പക്ഷെ പിന്നെ സംശയമായി. എന്താ വെച്ചാൽ അച്ചടിപ്പിഴവുണ്ട്. സ ഇദാനിം മമ പ്രാപ്ത ശാപകാല അനിവാരിത ഇത്യുക്ത്വാ വിലലാപാഥ രാജാ ശോകസമാകുല. ഇനി നമുക്ക് 47. ഹാ രാമ പുത്ര, ഹാ സീതേ, ഹാ ലക്ഷ്മണ ഗുണാകര, തദ്വിയോഗാദഹം പ്രാപ്തോ മൃത്യും കൈകേയി സംഭവം. ഗുണാകരൻ, അതായത് എല്ലാ ഗുണങ്ങളുടെയും ഒരു ഗുണമൂർത്തിയായവൻ, തദ്വിയോഗ നിൻ്റെ വേർപാട് നിമിത്തം, കൈകേയി സംഭവം മൃത്യും കൈകേയിൽ നിന്ന് സംഭവിച്ച ഈ മരണത്തെ അഹം പ്രാപ്ത ഞാൻ പ്രാപിച്ചു. ഉറക്കെ കരഞ്ഞും കൊണ്ടാണ് പിന്നെ ദശരഥനെ ഹാ രാമ, ഹാ സീതേ, ഹാ ഗുണങ്ങളുടെ വിളനിലമായിട്ടുള്ള ലക്ഷ്മണ. പിന്നെന്താ, അതാണ് ഇതിലിപ്പോൾ നോക്കൂ, ഹാ രാമ, ഹാ സീതയെന്ന് വിളിച്ചപ്പെടുന്ന ലക്ഷ്മണനെയാണ് ഗുണങ്ങളുടെ വിളനിലമായിട്ടുള്ള ആളെന്ന് വിളിക്കണം. ഹാ ലക്ഷ്മണ, നിൻ്റെ വേർപാട് നിമിത്തമുള്ള, അതായത് രാമൻ്റെ എന്ന് പറയാം, എല്ലാവരുടെ അതെ, നിൻ്റെ വേർപാട് നിമിത്തമുള്ള ദുഃഖത്താൽ കൈകേയി കാരണം വന്നു ചേർന്ന മരണത്തെ ഞാനിതാ പ്രാപിക്കുന്നു. ഞാൻ മരിക്കുകയെന്ന് പറയുകയാണ്. അവരവിടെ ഇല്ല, എന്നാലും അവരെ വിളിച്ച് കരഞ്ഞ് പറയുകയാണ്, ഞാൻ മരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹാ രാമ പുത്ര, ഹാ രാമ പുത്ര, ഹാ സീതേ, ഹാ ലക്ഷ്മണ ഗുണാകര. ഗുണാകര എന്നാണ് ലക്ഷ്മണനെ വിളിക്കണ. ഗുണസമ്പൂർണനായവനെ. തദ്വിയോഗാദഹം നിങ്ങളുടെ വേർപാട് കൊണ്ട്
പ്രാപ്തോ മൃത്യും, ഞാൻ മൃത്യു പ്രാപിച്ചിരിക്കുന്നു. കൈകേയി സംഭവം, കൈകേയാണ് നിമിത്തായത്, അതേലോ. ഇനി 48, 49. വദന്നേവം ദശരഥ പ്രാണാം സ്ത്യക്ത്വാ ദിവം ഗതഃ കൗസല്യാ ച സുമിത്രാ ച തഥാന്യാ രാജയോഷിതഃ ചുക്രുശുശ്ച വിലേപുശ്ച ഉരസ്താടനപൂർവകം വസിഷ്ഠ പ്രേയൗയ തത്ര പ്രാതർമന്ത്രിഭിരാവൃതഃ. എന്താണ്? ഏവം വദൻ ദശരഥ, ഇപ്രകാരം പറയുന്ന ദശരഥ മഹാരാജാവ് പ്രാണാൻ ത്യക്ത്വ, പ്രാണങ്ങളെ ത്യജിച്ചിട്ട് ദിവം ഗതഃ, സ്വർഗത്തിലേക്ക് പോയി. ഇങ്ങനെ പറഞ്ഞു കരഞ്ഞും കൊണ്ട് ദശരഥ രാജാവ് പ്രാണങ്ങളെ ത്യജിച്ചിട്ട്, മീൻസ് അവസാനത്തെ ശ്വാസവും വലിച്ച് എങ്ങോട്ട് പോയി? സ്വർഗത്തിലേക്ക് പോയി. കൗസല്യാച്ച സുമിത്രാച്ച തഥാ അന്യാഹ രാജയോഷിതഃ. കൗസല്യയും സുമിത്രയും ബാക്കിയുള്ള രാജസ്ത്രീകളും ഉരസ്താടനപൂർവകം, മാറത്തടിച്ചും കൊണ്ട്, ചുക്രുഷു ച വിലേപു ച, ഉറക്കെ കരയും, ഉറക്കെ ശബ്ദം ഉണ്ടാക്കിയിട്ട് കരയുകയും ചെയ്തു. ഉറക്കെ ശബ്ദമുണ്ടാക്കുകയും ആക്രോശിക്കുക എന്ന് പറഞ്ഞില്ലേ, ഉറക്കയ്യോ എന്നൊക്കെ പറഞ്ഞതിനാണ്, വിലപിക്കുകയും ചെയ്തു. പ്രാതഃ മന്ത്രിഭിः ആവൃതഃ വസിഷ്ഠഃ, രാവിലെ മന്ത്രികളുടെ കൂടി വസിഷ്ഠൻ തത്ര പ്രേയൗ, അവിടേക്ക് പോയി. അപ്പം ഇതൊക്കെ രാത്രിയായിരിക്കണം, അതുകൊണ്ടാണല്ലോ രാവിലെ ആയപ്പോൾ എന്ന് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞും കരഞ്ഞും പാവം ദശരഥൻ പ്രാണൻ ത്യജിച്ചു, സ്വർഗലോകം പ്രാപിച്ചു. കൗസല്യയും സുമിത്രയും മറ്റ് രാജസ്ത്രീകളും ഒക്കെ മാറത്തടിച്ച് നിലവിളിച്ച് കരഞ്ഞു. രാവിലെ ആയപ്പോൾ മന്ത്രിമാരോടുകൂടി വസിഷ്ഠൻ അവിടേക്ക് വന്നു. വദന്നേവം ദശരഥ പ്രാണാം സ്ത്യക്ത്വാ ദിവം ഗതഃ കൗസല്യാ ച സുമിത്രാ ച തഥാന്യാ രാജയോഷിത ചുക്രുശുശ്ച വിലേപുശ്ച ഉരസ്താടനപൂർവകം, അതായത് മാറത്തടിക്കണം, ഉരസ മാറാണല്ലോ താടിക്കുക. ഉരസ്താടനപൂർവകം വസിഷ്ഠപ്രയയൗ തത്ര പ്രാതർമന്ത്രിഭിരാവൃത, മന്ത്രിമാരോട് കൂടിയിട്ട് വസിഷ്ഠൻ അവിടെ എത്തി. തൈലദ്രോണ്യാം ദശരഥം ക്ഷിപ്ത്വാ ദൂതാനഥാബ്രവീദ് ഗച്ഛത ത്വരിതം സാശ്വാ യുധാജിന്നഗരം പ്രതി. അപ്പോൾ മക്കളാരും ഇല്ല ചെതയ്ക്ക് തീ കൊളുത്താനേ, അതൊന്നാലോചിച്ച് നോക്കണ്ടേ. ശ്രീരാമനും ലക്ഷ്മണനും കാട്ടിലാണ്, ഭരതനും ശത്രുഘ്നും രാജ്യത്തിലേക്ക് പോയിരിക്കണു അല്ലേ. അതാണേ ദശരഥം തൈലദ്രോണ്യാം ക്ഷിപ്ത്വ, ദശരഥനെ എണ്ണത്തോണിയിൽ കിടത്തി, അല്ലെങ്കിൽ വല്ലാതെ നാറില്ലേ, ഇതിപ്പോൾ ശവശരീരമായി പോയില്ലേ, ദശരഥൻ്റെ ജീവൻ പോയില്ലോ, ദശരഥൻ്റെ ശരീരം ജീവനില്ലാത്ത ശവമായി പോയി. ഇനി അങ്ങനെ അത് വെറുതെ വെച്ചുകൊണ്ടിരുന്നാൽ അത് നാറി ചീത്തയാവില്ലേ, നമ്മൾ എത്ര വേഗം ഇതാവും ശരീരം. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ദശരഥനെ എണ്ണത്തോണിയിൽ ഇട്ടു, എണ്ണയിൽ മുക്കിയിട്ട് വെച്ചു ദശരഥൻ്റെ ദേഹം. അഥ ദൂതാൻ അബ്രവീദ്, എന്നിട്ട് ദൂതാൻ അഥ അബ്രവീദ്, അതാണ് ദൂതാനഥ അബ്രവീദ്, ദൂതന്മാരോട് ഇപ്രകാരം പറഞ്ഞു. സാശ്വാഹ, അശ്വങ്ങളോടുകൂടി, അതായത് കുതിരപ്പുറത്ത് വേഗം യുധാജിത് നഗരം പ്രതി യുധാജിത്താണ് അമ്മാമൻ, യുധാജിത്തിൻ്റെ നഗരത്തിലേക്ക്, മീൻസ് രാജ്യത്തിലേക്ക് ത്വരിതം ഗച്ഛത, യുധാജിത്തിൻ്റെ നഗരത്തിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തേക്ക് വേഗം പൊക്കോളൂ പറഞ്ഞു. അപ്പോൾ അത് വേഗം വസിഷ്ഠൻ വന്നപ്പോഴാണ് ഒരു ഡിസിഷൻ എടുക്കണ്ടേ, ഒരു തീരുമാനം എടുക്കണമല്ലോ. വസിഷ്ഠൻ മന്ത്രിമാരെയും കൂട്ടി രാവിലെ വന്നു, വിവരമൊക്കെ അറിഞ്ഞു ദശരഥൻ പ്രാണൻ ത്യജിച്ചു എന്നേ. അപ്പോൾ വേഗം ദശരഥൻ്റെ ശരീരം ചീത്തയാവാതിരിക്കാൻ വേണ്ടി എണ്ണത്തോണിയിലിട്ടതിന് ശേഷം ദൂതന്മാരോട് പറഞ്ഞു, നിങ്ങൾ വേഗം ഏറ്റവും വേഗതയുള്ള കുതിരകളെ എടുത്ത് വേഗം യുധാജിത്തിൻ്റെ രാജ്യത്തിലേക്ക് രാജ്യത്തിലേക്ക് പോ വിവരറിയിക്കാൻ എന്ന് പറഞ്ഞു. തൈലദ്രോണ്യം ദശരഥം ക്ഷിപ്ത്വാ ദൂതാനഥാബ്രവീദ് ഗച്ഛത ത്വരിതം സാശ്വാ യുധാജിന്നഗരം പ്രതി. 51.
തത്രാസ്തേ ഭരത ശ്രീമാൻ ശത്രുഘ്നസഹിത പ്രഭു ഉച്യതം ഭരത ശീഘ്രമാഗച്ഛേതി മമാജ്ഞയാ. ശത്രുഘ്നസഹിത പ്രഭു ശ്രീമാൻ ഭരത, ശത്രുഘ്നനോട് കൂടിയിട്ടുള്ള ഭരതൻ, പ്രഭുവായിട്ടുള്ള ഭരതൻ, തത്ര ആസ്തെ അവിടെ ഇരിക്കുന്നു, ശീഘ്രം ആഗച്ഛ ഇതി മമ ആജ്ഞയാ ഉച്യതാം, വേഗം വരണം എന്ന് ഞാൻ എൻ്റെ ആജ്ഞയാണ്, അതാന്ന് പോയി പറയണം, അതനുസരിച്ച് വേഗം പുറപ്പെടണം എന്ന് പറയണം എന്ന് പറഞ്ഞു. അതായത് ശ്രീമാനും പ്രഭുവുമായിട്ടുള്ള ഭരതൻ ശത്രുഘ്നോട് കൂടെ അവിടെ ഉണ്ട് യുധാജിത്തിൻ്റെ രാജ്യത്തെ, വേഗം വരണമെന്ന് ഞാൻ പറയുന്നതായിട്ട് നിങ്ങൾ ചെന്ന് പറയൂ എന്ന് പറയുകയാണ്. അതായത് വസിഷ്ഠൻ വെറുതെ പറയില്ലല്ലോ. തത്രാസ്തേ ഭരത ശ്രീമാൻ ശത്രുഘ്നസഹിത പ്രഭു ഉച്യതം ഭരത ശീഘ്രമാഗച്ഛേതി മമാജ്ഞയാ. ഇനിയോ 5 ശ്ലോകം ഒന്നിച്ചാണ് കേട്ടോ. അയോധ്യാം പ്രതി രാജാനം കൈകേയീം ചാപി പശ്യതു ഇത്യുക്താസ്ത്വരിതം ദൂതാഗത്വാ ഭരതമാതുലം യുധാജിതം പ്രണമ്യോജുർഭരതം സാനുജം പ്രതി വസിഷ്ഠസ്ത്വാബ്രവീദ്രാജൻ ഭരത സാനുജ പ്രഭു ശീഘ്രമാഗച്ഛതു പുരീം അയോധ്യാമവിചാരയൻ ഇത്യാജ്ഞപ്തോഥ ഭരതസ്ത്വരിതം ഭയവിഹ്വല ആയയൗ ഗുരുണാദിഷ്ടഃ സഹദൂതൈസ്തു സാനുജ രാജ്ഞോ വാ രാഘവസ്യാപി ദുഃഖം കിഞ്ചിതുപസ്ഥിതം ഇത് ചിന്താപരോ മാർഗേ ചിന്തയന്നഗരം യയൗ. ഇനിയോ അയോധ്യാം പ്രതി, അതായത് എന്താ ഇതിലൊരു കാര്യം നോക്കേണ്ടതാണ്. ഇവിടേക്ക് വേഗം വരണമെന്ന് മാത്രമേ, അച്ഛൻ മരിച്ചു എന്നുള്ള മെസ്സേജൊന്നും വസിഷ്ഠൻ പറയാൻ പറഞ്ഞില്ല. ശത്രുഘ്നോട് കൂടി ഇവിടെ വേഗം വരണമെന്ന് ഞാൻ പറഞ്ഞതായിട്ട്, അല്ലെങ്കിൽ ഞാൻ കൽപ്പിച്ചതായിട്ട് പറയൂന്നേ പറഞ്ഞുള്ളൂ അല്ലേ. അപ്പോൾ അയോധ്യാം പ്രതി, അയോധ്യയെക്കുറിച്ച് ഗമിച്ചിട്ട് അയോധ്യയിലേക്ക്, രാജാനം കൈകേയും ച അഭി പശ്യതു, രാജാവിനെയും കൈകേയിയെയും കാണട്ടെ, വേഗം വന്നിട്ട് രാജാവിനെയും കൈകേയിയും കാണട്ടെ. ഇത് ഉക്ത്വാ ദൂതാഹ, ഇപ്രകാരം പറയപ്പെട്ട ദൂതന്മാർ അങ്ങനെ പറഞ്ഞുള്ളൂ, വേഗം വരണം, എന്നിട്ട് അയോധ്യയിലേക്ക് തിരിച്ച് വേഗം വന്നിട്ട് രാജാവിനെയും കൈകേയിയും വന്ന് കാണട്ടെ എന്നാണ് കൽപ്പന വസിഷ്ഠൻ്റെ. ഇങ്ങനെയാണ് ദൂതന്മാരോട് പറഞ്ഞത്. അവർ ത്വരിതം ഗത്വ, വേഗം പോയിട്ട് ഭരതമാതുലം യുധാജിതം പ്രണമ്യ, ഭരതൻ്റെ അമ്മാമനായിട്ടുള്ള യുധാജിത്തിനെ നമസ്കരിച്ചിട്ട് അല്ലെങ്കിൽ പ്രണമിച്ചിട്ട് സാനുജം ഭരതം പ്രതി ഊജു, അനുജനോടുകൂടിയ ഭരതനോട് പറഞ്ഞു, ഹേ രാജൻ പ്രഭു സാനുജ ഭരത, പ്രഭുവും അനുജനോടുകൂടിയവനുമായ ഹേ ഭരത, അവിചാരയൻ, ഒട്ടും താമസിക്കാതെ, അവിചാരയൻ ചെന്ത ആലോചിച്ച് സമയം കളയാതെ, അയോധ്യാപുരിയും ശീഘ്രമാഗച്ഛതു, അയോധ്യയിലേക്ക് വേഗം വരണം, ഇതി വസിഷ്ഠ ത്വ അബ്രവീദ്, അത് വസിഷ്ഠൻ നിങ്ങളോട് പറയാൻ പറഞ്ഞിരിക്കുന്നു. ഒരു സമയവും കളയാതെ, ആലോചിച്ചിരിക്കൊന്നും ചെയ്യാതെ ഇപ്പം തന്നെ അയോധ്യയിലേക്ക് പുറപ്പെടാനാണ് വസിഷ്ഠൻ പുറപ്പെടണം എന്ന് വസിഷ്ഠൻ അറിയിച്ചിരിക്കുന്നു. ഇതി ആജ്ഞപ്ത ഭരത, ഇങ്ങനെ ആജ്ഞാപിക്കപ്പെട്ട ഭരതൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭയവിഹ്വല, ഭയം കൊണ്ട് വിറച്ചുകൊണ്ട്, ഗുരുണ ആദിഷ്ട, ഗുരുവിനാൽ നിർദ്ദേശിക്കപ്പെട്ടവനായിട്ട്, ദൂതൈഹി സഹസ അനുജ, ദൂതന്മാരോടും ഈ വന്ന ദൂതന്മാരോടും അനുജനോടും കൂടി ആയയൗ, യാത്രയായി, രാജ്ഞഃ വാ രാഘവസ്യ അഭി, രാജാവിനോ രാമനോ കിഞ്ചിത് ദുഃഖമുപസ്ഥിതം, എന്തോ ഒരു ദുഃഖം ഉണ്ടായിട്ടുണ്ടാവും, ഒന്നെങ്കിൽ ശ്രീരാമൻ അല്ലെങ്കിൽ അച്ഛന്. മാർഗേ ഇതി ചിന്താപരഹ, എന്താണെന്നൊന്നും ചോദിച്ചില്ല, വഴിയിൽ മുഴുവനും ഭരതൻ ശത്രുഘ്നൻ, അതാ വിചാരം, എന്ത് പറ്റി, അച്ഛനോ രാമനോ എന്തെങ്കിലും പറ്റിയോ. മാർഗത്തിൽ ഇപ്രകാരം ചിന്ത ചെയ്തിട്ട്, അതാണ് മാർഗേ ഇതി ചിന്താപരഹ നഗരം യയൗ, നഗരത്തെ പ്രാപിച്ചു അല്ലെങ്കിൽ എത്തി, നഗരത്തെ എത്തി. അപ്പോൾ എന്താണ് ഇത് ഈ 5 ശ്ലോകത്തെ പറഞ്ഞാൽ, അയോധ്യയിൽ വന്ന് രാജാവിനെയും കൈകേയിയും കാണേണ്ടതാണ് എന്ന് പറയൂ എന്നാണ് ആരോട് പറഞ്ഞത്, ദൂതനോടെ.
ദൂതനോട് അയോധ്യയിൽ വന്ന് രാജാവിനെയും കൈകേയും വേഗം ഉടൻ തന്നെ കാണുമെന്ന് പറയാൻ പറഞ്ഞു. ഇങ്ങനെ വസിഷ്ഠൻ പറഞ്ഞപ്പോൾ ദൂതന്മാർ വേഗം അവർക്ക് പറ്റണ അത്ര വേഗം യുധാജിത്തിൻ്റെ അല്ലെങ്കിൽ ഭരതൻ്റെ അമ്മാമനായിട്ടുള്ള യുധാജിത്തിൻ്റെ കേകയ രാജ്യത്തിലെത്തി. എന്നിട്ട് യുധാജിത്തിനെ കണ്ട് നമസ്കരിച്ചിട്ട് ഭരതശത്രുഘ്നന്മാരെ സംബന്ധിച്ച സംഗതി ഇദ്ദേഹത്തിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹേ രാജൻ, ആ പിന്നെ ഭരതകുമാരൻ രാജാവാണല്ലോ, യുവരാജാവായിട്ടുള്ള അല്ലെങ്കിൽ കുട്ടിയാണല്ലോ ഭരതൻ, അനുജനോടുകൂടി വേഗം അയോധ്യയിലേക്ക് വരണം എന്ന് അറിയിക്കാൻ വസിഷ്ഠർ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. യുധാജിത്ത് വേഗം ഭരതശത്രുഘ്നന്മാരോട് അയോധ്യയിലേക്ക് പോവാൻ കൽപ്പിച്ചു. വേഗം പൊക്കോളൂതാ, അച്ഛൻ വരാൻ പറഞ്ഞു അത്രേ. വസിഷ്ഠൻ നിങ്ങൾ വേഗം അയോധ്യയിൽ എത്തണമെന്ന് പറഞ്ഞത് ആളെ അയച്ചു, നിങ്ങൾ പുറപ്പെട്ടോളൂ പറഞ്ഞു. വേഗം പൊക്കോളൂ പറഞ്ഞു. ആര്? യുധാജിത്ത് അമ്മാമനാണല്ലോ. വസിഷ്ഠൻ്റെ ആ ആജ്ഞ കേട്ടിട്ട് പരിഭ്രമായി ഭരതനും ശത്രുഘ്നും. എന്നിട്ട് പിന്നെ അമ്മാമനോട് യാത്ര പറഞ്ഞിട്ട് ദൂതന്മാരും ഈ ശത്രുഘ്നും ഭരതനും കൂടി ഒരുമിച്ച് പുറപ്പെട്ടു. എന്നിട്ടിങ്ങനെ വഴിയിൽ മുഴുവൻ ഒരൊറ്റ ചിന്ത, രാജാവിനോ രാമനോ എന്തോ ദുഃഖം ഉണ്ടായിരിക്കണം. എന്താണെന്ന് തെളിച്ച് പറഞ്ഞില്ല. എന്താണാവോ ചോദിക്കാൻ ധൈര്യമില്ലാത്ത പോലെയാണ്. ഒന്നും തിരിച്ച് ചോദിച്ചില്ല ദൂതന്മാരോട്. മനസ്സിലിങ്ങനെ വിചാരിച്ചു അവിടെ എത്തണ വരെ രാജാവിനോ രാമനോ എന്തോ ദുഃഖം നേരിട്ടു ആവോ എന്നിങ്ങനെ വളരെ പരിഭ്രമത്തോടു കൂടി അയോധ്യ നഗരത്തിൽ എത്തി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ 5 ശ്ലോകം വായിക്കാം. അയോധ്യാം പ്രതി രാജാനം കൈകേയീം ചാപി പശ്യതു ഇത്യുക്താസ്ത്വരിതം ദൂതാ ഗത്വാ ഭരതമാതുലം യുധാജിതം പ്രണമ്യോജുർഭരതം സാനുജം പ്രതി വസിഷ്ഠസ്ത്വാബ്രവീദ്രാജൻ ഭരതഃ സാനുജ പ്രഭു ശീഘ്രമാഗച്ഛതു പുരീം അയോധ്യാമവിചാരയൻ ഇത്യാജ്ഞപ്തോഥ ഭരതസ്ത്വരിതം ഭയവിഹ്വലഃ ആയയൗ ഗുരുണാദിഷ്ട സഹദൂതൈസ്തു സാനുജ രാജ്ഞോ വാ രാഘവസ്യാപി ദുഃഖം കിഞ്ചിതുപസ്ഥിതം. ഒന്നെങ്കിൽ രാജാവൻ അല്ലെങ്കിൽ രാമന്. ഇത് ചിന്താപരോ മാർഗേ ചിന്തയൻ നഗരം യയൗ. പിന്നെ ഇനി 57, 58 കൂടി വായിച്ച് നമുക്ക് നിർത്താം. അല്ല, മറ്റേലത്തും ഒരു വരിയുണ്ട് കേട്ടോ. നഗരം ഭ്രഷ്ടലക്ഷ്മീകം ജനസമ്പാധവർജിതം. 57 ഉത്സവൈശ്ച പരിത്യക്തം ദൃഷ്ട്വാ ചിന്താപരോഭവത് പ്രവിശ്യ രാജഭവനം രാജലക്ഷ്മി വിവർജിതം അപശ്യത് കൈകേയീം തത്ര ഏകമേവാസനേ സ്ഥിതാം നനാമ ശിരസാ പാദൗ മാതുർഭക്തി സമന്വിതഃ. എന്നിട്ട് എന്താ പറയണേ? ഭ്രഷ്ടലക്ഷ്മീകം, അതായത് നഷ്ടപ്പെട്ട ലക്ഷ്മിയോടുകൂടിയ ഐശ്വര്യം തന്നെ നഷ്ടപ്പെട്ടു തോന്നും. അയോധ്യയിലേക്ക് കടന്നപ്പോൾ നഗരത്തിലേക്ക് ഇവിടെ എത്തിയപ്പോൾ അപ്പം തന്നെ തോന്നി നഷ്ടലക്ഷ്മിയാണ്, ഭ്രഷ്ടായ ലക്ഷ്മിയോട് കൂടിയതെന്ന്. ഭ്രഷ്ടലക്ഷ്മീകം ചെന്താ നഷ്ടപ്പെട്ട ഐശ്വര്യത്തോടു കൂടിയതും ജനസമ്പാധവർജിതം, ജനത്തിരക്കേയില്ല, ജനങ്ങളെന്നും കാണാനൊന്നുമില്ല അവിടെ. ഉത്സവൈഹി പരിത്യക്തം, ഉത്സവങ്ങളൊന്നുമില്ല, ഉത്സവങ്ങളെയൊക്കെ ത്യജിച്ചിരിക്കുന്നതുമായ നഗരം ദൃഷ്ട്വാ, നഗരത്തെ കണ്ടിട്ട് പ്രജകൾക്കൊക്കെ ഭയങ്കര സങ്കടമാണ്. ആർക്കും ഒരു ഉത്സാഹമില്ല, ആരെയും പുറത്തന്നെ കാണാനില്ല. ഒരു മരിച്ച ഒരു നഗരമായി അത്. ജീവനില്ലാത്തൊരു നഗരം, ഉത്സവങ്ങളില്ല എന്ന് മാത്രമല്ല ഐശ്വര്യം നഷ്ടപ്പെട്ട നഗരത്തെ കണ്ടിട്ട് ചിന്താപരഹ അഭവത്, വളരെ ചിന്താവിഷ്ടനായി. രാജലക്ഷ്മീർ വിവർജിതം, രാജഭവനം പ്രവിശ്യ, ആ ശ്രീയില്ലാത്ത രാജലക്ഷ്മി പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ശ്രീയാവുന്ന ലക്ഷ്മി, അതില്ലാത്ത ആ രാജഭവനത്തെ പ്രവേശിച്ചിട്ട്, അതായത് ദശരഥൻ്റെ ആ രാജധാനി അതെ അത്ര അധികം നിഷ്പ്രഭമായിട്ട് ഒരു ഐശ്വര്യവും ഇല്ലാതെ അങ്ങനത്തെ ദശരഥ മഹാരാജാവിൻ്റെ രാജധാനിയിൽ പ്രവേശിച്ച് തത്ര ഏകാം ഏവ ആസനേ സ്ഥിതാം കൈകേയീം, അവിടെ ഒറ്റയ്ക്ക് തൻ്റെ സിംഹാസനത്തിലിരിക്കണ കൈകേയിയെ കണ്ടു. ഭക്തി സമന്വിത, ഒന്നും അറിയില്ലല്ലോ ഇപ്പോൾ ഭരതന്. ഭക്തിയോടുകൂടി മാതുഹു പാദൗ ശിരസാ നനാമ, അമ്മയുടെ പാദങ്ങളെ
ശിരസ്സുകൊണ്ട് നമസ്കരിച്ചു. അപ്പം എന്താണ്, നഗരത്തിൽ നഷ്ടപ്പെട്ട അതായത് ഐശ്വര്യലക്ഷ്മിയെ അവിടെ കാണാനേ ഇല്ല. അത്ര ഐശ്വര്യം ഇല്ലാത്തായിരിക്കണു ഏത് അയോധ്യത്തെ നഗരം. രാജവീഥികളിലൊന്നും ഒരൊറ്റ പ്രജകളെ കാണാനില്ല. സാധാരണ പോലത്തെ ഉത്സവാദികളൊന്നും കാണാനില്ല. ഇങ്ങനെയുള്ള ഒരു മരിച്ചു കിടക്കുന്ന അയോധ്യ നഗരത്തിനെ കണ്ടപ്പോൾ ഭരതന് വല്ലാതെ വിഷമം തോന്നി. എന്താണെന്നറിയില്ലല്ലോ. വേഗം ആ ജീവനില്ലാത്തെന്ന് പറയട്ടെ, ശ്രീ ഇല്ലാത്ത രാജധാനിയിൽ പ്രവേശിച്ചു. രാജലക്ഷ്മി ഇല്ലാത്തത്. അവിടെ അതെ രാജലക്ഷ്മിയുടെ ഒരു ഇതും കാണാനില്ല. ഒരു ഭാഗത്ത് കൈകേയി തന്നെ ഒരു സിംഹാസനത്തിൽ ഇരിക്കണത് കണ്ടു. ഭരതൻ്റെ അമ്മയാണല്ലോ. കൈകേയി തന്നെ ഒരു സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വേഗം കൈകയുടെ അടുത്ത് ചെന്ന വളരെ ഭക്തിപൂർവം അമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഇനി നമുക്ക് 58 കഴിഞ്ഞു. ഇപ്പോൾ 57 വായിച്ച് ഇന്നത്തെ നിർത്താട്ടോ. നഗരം ഭ്രഷ്ടലക്ഷ്മീകം ജനസമ്പാധവർജിതം ഉത്സവൈശ്ച പരിത്യക്തം ദൃഷ്ട്വാ ചിന്താപരോ ഭവത് പ്രവിശ്യ രാജഭവനം രാജലക്ഷ്മീ വിവർജിതം അപശ്യത് കൈകേയീം തത്ര ഏകമേവാസനേ സ്ഥിതാം നനാമ ശിരസാ പാദൗ മാതുർഭക്തി സമന്വിത. അമ്മയുടെ കാലത്തിൽ നമസ്കരിച്ചു ഭരതൻ എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.